ഹലോ എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 18 ആണ്. ഇന്ന് ഞാൻ കറ്റാർ വാഴയൊക്കെ എടുത്തിട്ട് നന്നായി മസാജ് ചെയ്ത് വിട്ട് നന്നായി ഹെയർ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലൈറ്റായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അഡീഷണലായിട്ട് ക്ലോവ് വാട്ടറും ഞാൻ എൻ്റെ മുടിയിൽ സ്പ്രേ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എക്സ്ട്രാ ഹെയർ കെയർ ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് താരത്തിൻ്റെ പ്രശ്നം, പിന്നെ ബോയിൽസ്, സ്കാൽപ്പിൽ ഒരുപാട് സ്വെറ്റ് ഇരിക്കുക, ഇങ്ങനെ വല്ല ചൊറിച്ചിൽ പ്രശ്നം, ഇച്ചിങ് എപ്പോഴും ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്ലോവ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ കൊറിയാണ്ടർ ലീവ്സിൻ്റെ ഒരു വാട്ടർ, അതായത് മല്ലിയിലയുടെ ഒരു വെള്ളം ടോണിക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ഇതും എന്താണെന്ന് വെച്ചാൽ പുതിനയുടെ വെള്ളം, അത് തിളപ്പിച്ച് ആറിയ വെള്ളം സ്പ്രേ ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പിന് സൂട്ടാവുന്ന ഒരു ടോണിക്ക് തിരഞ്ഞെടുത്ത് റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ആവുന്നത്ര നിങ്ങൾ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാലഞ്ച്, ഈ ഒരു സീരീസ് ഹെയർ കെയർ സീരീസ് കഴിഞ്ഞിട്ട് ഞാൻ സമ്മർ ഹെയർ കെയർ റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒടുവിൽ റിസൾട്ട് കാണിക്കുന്നത് ഡിസംബർ ഇല്ലെങ്കിൽ ജനുവരി മാസത്തിലായിരിക്കും, അതായത് അടുത്ത വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നീണ്ടായിട്ടുള്ള ഒരു പീരിയഡാണ് ഇവിടുത്തെ ഒരു സമ്മർ എന്ന് പറയുന്നത്. എപ്പോഴും ഇവിടെ ചെന്നൈയിൽ ഒരുപാട് ചൂട് അധികമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഹെയർ കെയർ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ പാതി മുടിയൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ ചൂടിൻ്റെ ഒരു കാലാവസ്ഥയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ കെയർ എടുക്കണേ വേണ്ടിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസംബർ ഇല്ലെങ്കിൽ ജനുവരിയിലായിരിക്കും ഞാൻ എൻ്റെ ഹെയർ കെയർ, എൻ്റെ മുടിയുടെ ഒരു റിസൾട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെമഡീസ്, ഈ ഒരു 21 ഡേയ്സ്, അതായത് ഇത് 18th ഡേ വരയ്ക്കും കാണിച്ചിട്ടുള്ള എല്ലാ റെമഡീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ മുടിയിൽ. പിന്നെ വർക്കൗട്ടായ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വ്യൂസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ അടുത്തത് പറയാനായിട്ടുള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മേക്കപ്പ് വീഡിയോ ഇല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.